ഹലോ, എല്ലാവർക്കും ശ്രേയാസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു ബാഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊരു എന്താ ഒരു ബാഡ് ന്യൂസ് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അല്ലേ? പറഞ്ഞുതരാം. എന്താ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞാ പേടിച്ചു അല്ലേ? എന്താ സംഭവം എന്നറിയാമോ? ഒരു ദിവസം ഞാന് തിങ്കളാഴ്ച ഞാന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിരിക്കുക. ദിവസം പറഞ്ഞു അമ്മ എപ്പോഴും ഒരു ക്ലാസ് എടുക്കുന്ന ഓടല്, ഇത് ചെയ്യില്ല എല്ലാം പറഞ്ഞുതരും. ഓക്കെ, ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, നമ്മൾ എല്ലാ പിള്ളേർക്കും എങ്ങനെയായിരിക്കും ഇവിടെ പറയുന്നില്ല, നമ്മൾ അവിടെ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ഓടത്തില്ല അമ്മ, ഉറപ്പ് ഞാൻ ഒരിക്കലും ഓടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴേക്കും തെരുതരാ ഓട്ടമായിരിക്കും അല്ലേ? അപ്പം എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അവിടെ കൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു. അപ്പോഴേക്ക് എന്നെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നൊരു ഫ്രണ്ടാണ്. ആളിങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്നു, എടി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഹായ് എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ ഹായ് വെച്ചു. അപ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് പോയാലോ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുക. നടക്കുന്ന ടൈമിൽ ശരിയും പറഞ്ഞു എൻ്റെ ഇവിടെ അന്ന് വേദന ഉണ്ടായിരുന്നു. വേദന ഉള്ള ടൈമിൽ എനിക്കാണെങ്കിൽ വേദന ഭയങ്കര സഹിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിവിടെ വേദനയുണ്ട്. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, കാരണം വേദന എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വെച്ചാണെന്ന് വെച്ച് തരും. പക്ഷെ അപ്പം അവിടെ ഒരു ഇച്ചിരി നീറ്റിൽ കാണും. അപ്പോൾ അങ്ങനെ യൂണിഫോം ഇട്ടിരിക്കുമല്ലോ, അപ്പം അങ്ങനെ ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോഴേക്കും ഇത് ബാഗ് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടപ്പോഴേ എനിക്കിത് ആയിരുന്നു. അപ്പം ഞാൻ വേറെ രീതി ഇട്ടു. വേറെ രീതി ഇട്ടായിരിക്കും എങ്ങനെയാണെന്ന് ഓർമ്മയില്ല. ഞാൻ എന്തൊക്കെയാണ് ഇട്ടിട്ട് ഇവള് ഇങ്ങനെ ഓടിപ്പിച്ചപ്പോൾ ഒരു എണ്ണ തെറ്റല്ല, ഞാൻ ഓടിയപ്പോൾ ഇത് കല്ലല്ലോ, ഇന്റർലോക്കിന്റെ കട്ട ഇങ്ങനെ പൊങ്ങിയിരിക്കുവായിരുന്നു. കട അത് ഇങ്ങനെ പറയുന്നത് സാരമില്ല. ഇന്റർലോക്കിന്റെ കട്ട ഇങ്ങനെ പൊങ്ങിയിരിക്കും, ഇതേപോലെ ഇരിക്കുവായിരുന്നു. ഞാൻ ഇങ്ങനെ പയ്യെ നോക്കിയ ഇങ്ങനെ വീഡിയോ ആയിരുന്നു. പക്ഷെ ഇത് കൈ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് പോയത്. ഞാൻ ചേച്ചി എന്താ മൂക്കൂത്ത് കുത്തിയോ? മൂക്കുത്തി അല്ല മക്കളെ, ഇത് ചളവാ. അയ്യോ, ചള വന്നു. ഞാൻ അവിടെ വീണപ്പല്ലേ ചതവാ, അത് പറഞ്ഞു പോകാറായി. പിന്നെ നെറ്റിയുടെ ഇവിടെ ഒരു പൊട്ടല്. എല്ലാവരുടെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. പക്ഷെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ തൊട്ട് ഒരു പേടിയുടേതോടെ തുടങ്ങി. എന്താ അറിയാവോ, നീതി എന്ന് പറഞ്ഞ എങ്ങാളും കോള് വന്ന അവര് അയ്യോ ആണ്. ഞങ്ങളുടെ സ്കൂളിലെ ഇതാണ് കോള്. മെഡിക്കൽ റൂമിൽ ആന്റിയുടെ പേരാണ് നീതി. അപ്പം നീതി സ്കൂൾ BMM എന്നാണ് എപ്പോഴും അതിനകത്ത് ഇടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വരുമ്പോഴേക്കും അയ്യോ ഇങ്ങനെ അച്ഛൻ്റെ അമ്മേനെ കണ്ടു വരുന്നതായിരുന്നു. പേടിയാതുക വളരെ. ഞാൻ പറഞ്ഞ് പേടിക്കാനില്ല, ഞാൻ ഓടുമെന്ന് എപ്പോഴും അച്ഛൻ ചോദിക്കുക, ഓടും ഇല്ല. ഞാൻ പറഞ്ഞ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് പണ്ട് വേറൊരു കാര്യം അറിയാം. ഇവരും ഇത് കയ്യും അനിയനും ചേട്ടനുമാ. ഇതാ അനിയത്തി ചേട്ടനാ, പുതിയതായിട്ട് വന്നതേ ഉള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇത് കയ്യല്ലേ ഓടിച്ചേ, ഇപ്പൊ ഇത് പക്ഷേ ഇതാ. അപ്പൊ അങ്ങനെയാ. എക്സാമും കൂടെ പറയുന്നാലും സാരമില്ല, എനിക്ക് എക്സാമിന് എഴുതാൻ നല്ല പറ്റിയാൽ മതി. ഇത് ഇവിടുത്തെ കൈയല്ലേ പോയ, സാധാരണ ഇത് കൈയല്ലേ പോയല്ലോ, ഇത് മതി. ഇതുകൊണ്ട് എഴുതാമല്ലോ നമുക്ക്, സാധാരണ എല്ലാവരും ഇത് കൈകൊണ്ടല്ലേ എഴുതുന്നത്. അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. പിന്നെയാണെങ്കിൽ ESA ഒക്കെ പോയി ഭയങ്കര ഇതായിരുന്നു. വേദനയൊക്കെ എടുക്കുക, എനിക്ക് ചൊറിച്ചിലും ഭയങ്കരമായിരുന്നു. എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൊറിച്ച മാന്നാൻ പോലെ തോന്നി എനിക്ക്. ഇവിടെ എല്ലാവേ ഞാൻ മാന്നി പറിക്കാൻ തോന്നുന്നു. പക്ഷേ ഇതൊരു പുതിയ കണ്ടന്റായിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. ഇത് കണ്ടില്ല, ഇത് ബാഗ് എനിക്ക് ഇട്ടതിന് ശേഷം ഇത് വെള്ള സാധനം ഉണ്ടല്ലോ, വെള്ള സാധനം എനിക്ക് ഇടുമ്പോൾ എനിക്ക് ചൊറിച്ചില്ല അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ചൊറിച്ചിൽ വരുമ്പോൾ ഇത് സാധനത്തിന് ഒരു വള്ളി പോലത്തെ സാധനമില്ലേ, അതെന്നെ പുറത്തിലിടുമ്പോൾ എനിക്ക് വേദന എടുക്കും. അപ്പോൾ ഞാൻ പറയുമ്പോഴേക്ക് അതെനിക്ക് വേദന എടുത്ത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ വേദന എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിത് വേണ്ട, ഇത് വെള്ള സാധനം ഇഷ്ടമില്ല എനിക്ക്. അപ്പോഴേ അമ്മ പറഞ്ഞു, മോനെ അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് വെള്ള സാധനം ഉണ്ടെങ്കിലേ കരിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടമ്മ എന്ന് പറഞ്ഞിട്ടും. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഇത് ബാഗ്. കാരണം ഇത് സാധനം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലല്ലോ, വേറെ ക്ലാസ്സിൽ ഷിക എന്ന് പറഞ്ഞ മെങ്കൊച്ചിന് ഇങ്ങനെ സാധനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഇടുമ്പോൾ ഭയങ്കര ഇതാണ്, എനിക്ക് വേദന ഇട്ടു. അത് മാത്രമല്ല അവർ സ്കാൻ ഇട്ടു. അപ്പം ഞാൻ വീണല്ലോ, വീണപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എന്തോ സാധനം ഇട്ടായിരുന്നു അവിടെ ഇത് ഭാഗത്തായിട്ട്. ഇവിടെയാണ് വേദന എന്നാ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു. എനിക്ക് വേദന എവിടെയാണെന്നറിയാം, വേദന എടുത്ത് പൊളയുന്ന ടൈമിൽ അപ്പം നമുക്ക് എവിടെയാ വേദന തോന്നുന്ന ടൈമിൽ ഇവിടെ ഉറപ്പ് പിന്നെ പറയും ഇവിടെയാണ്. അങ്ങനെ മാറി ടെൻഷനായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോ അമ്മയെ വെച്ച് എന്നാടാ ഇവിടെയോ, അതല്ല ഇവിടെയോ
അങ്ങനെ അങ്ങനെ അവരിങ്ങനെ മാറി മാറി നമ്മൾ പറയുമ്പോൾ അവർക്ക് ഡൗട്ടാവും. ഈ പറഞ്ഞ ഞാൻ ഇവിടെയാന്ന് പറയുമ്പോഴേക്കും അച്ഛനും അമ്മയും അത് സ്കാൻ എടുത്തു. പക്ഷെ എനിക്ക് ഇവിടെ വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ വെക്കുമ്പോ തന്നെ വേദന എടുക്കും. അമ്മ അത് വെക്കുമ്പോഴേക്കും ചേക്കിന്റെ സമാധാനിപ്പിക്കുമായിരുന്നു. അമ്മ അവിടെ തലകറങ്ങി കിടക്കുക ഗൈസ്. അമ്മ ഇങ്ങനെ പൊളിക്കാൻ നേരത്ത് അയ്യോ എന്റെ കൊച്ചേ എന്ന് പറഞ്ഞായിരുന്നു. എന്റെ പൊന്നടാവേ ഇതിൽ അത് തന്നെയാ ഗൈസ്. സോക്കേട് ഇതേ ഉള്ളൂ. ഇതിപ്പോ അല്ല എനിക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. എന്റെ ഫ്രണ്ട് പാചകമാണ് ഇനി അങ്ങനെ ആടിനി അത് വലിയ കാര്യമൊക്കെ ആക്കി ഇത് എടുക്കണം. നമ്മുടെ ചില അമ്മമാർക്കൊക്കെ അങ്ങനെയല്ല. ചില അമ്മമാർക്ക് എല്ലാ അമ്മമാർക്കും അങ്ങനെ. കാരണം നമ്മുടെ അമ്മമാർക്കൊക്കെ പിള്ളേർക്ക് എന്തെങ്കിലും ഇത് വരുമ്പോൾ അവർക്ക് ഒരു സങ്കടം പോലെ വരുന്നതുകൊണ്ടാണ് അവരിങ്ങനെ തല കറക്കുന്നത് അങ്ങനെയൊക്കെ തോന്നുന്നത്. അമ്മ ഞാൻ ഇത് കട്ടിലേ കിടക്കുമ്പോ അമ്മ അപ്പുറത്തെ കട്ടിലേ പോയി ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും ഞാൻ കഴിയും അച്ഛാ എന്നെ പിന്നെയും പോട്ടെ കൈനെ പോയി ആശ്വസിപ്പിക്കാൻ നോക്കുന്നു ഞാൻ പറയും. അപ്പോഴേക്കും അത് പോയി അവിടെ കിടക്കാണ്ട് സ്ഥിരമുള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ശരി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ കിടക്കുന്നപ്പോ ഇങ്ങനെ ആന്റി ഇങ്ങനെ എന്നെ പിടിച്ചു. ചില ആന്റിമാർ അങ്ങനെ പിടിക്കുന്നുണ്ട്. പിടിക്കുമ്പോ എനിക്ക് ഭയങ്കര വേദന. ശരിക്കും പറഞ്ഞാൽ താത്തി ഇടുമ്പോ ഭയങ്കര വേദന. ഈ താത്താ കൂടി പറ്റുന്നില്ല. ഭയങ്കര വേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു അവിടുന്ന് ഒരു തൊടെ ഇത് വെള്ള സാധനം തന്നെ ഒരു കമ്പി പോലത്തെ ഇങ്ങനെ ഇട്ട് വന്നു. അത് ഇട്ടപ്പോഴും ഒരു ഇത് വേദനയാ. അത് ഇട്ടപ്പോഴും ഒരു വേദന ഉണ്ട്. എന്നാലും സാരമില്ലെന്ന് പറയാം. നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. കാരണം അന്ന് അവിടെ ഓർത്താ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ അവിടെ പോയി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയി എല്ലാം സ്കാൻ ചെയ്തു മറ്റേത് പർച്ചേസ് ചെയ്തു. അത് നോക്കിയപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലാവേ ഇതിന്റെ അവിടെ ഒരു പൊട്ടലും ഇല്ല, ഒരു ഒല്ലുമില്ല, ഒരു പൊട്ടലും ഇല്ലത്. അങ്ങനെ വരെ വഴിയില്ലല്ലോ. വേദന എടുക്കുന്നത് നമുക്ക് പൊട്ടലുള്ളപ്പോഴല്ലേ. അപ്പൊ മുട്ടിന്റെ അവിടെയായിരുന്നു വേദന. ശരിക്കും പറഞ്ഞിരിക്കും മുട്ടിന്റെ അവിടെയായിരുന്നു വേദന. അവിടെ അങ്ങ് പരുത്തതുകൊണ്ട് മുട്ടിന്റെ അവിടെ കൊണ്ട് ഇത് ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ വേദന ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ എല്ലാം പരുത്ത് ഇതായി നീർക്കെട്ടായി അങ്ങനെ വേദന എടുത്ത് അവിടെ എനിക്കിങ്ങനെ പയ്യെ ഏന്തി ഞാൻ നടക്കുന്നത്. ഞാൻ പക്ഷെ സ്പീഡ് തുടങ്ങും വേദന ഇങ്ങനെ അങ്ങ് വരുന്നു. എനിക്ക് അപ്പോഴേ പയ്യെ നടക്കാൻ തുടങ്ങി. പക്ഷെ അച്ഛൻ എന്നെ ഇവിടെ പിടിച്ചെന്നെ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് എനിക്ക് അപ്പൊ വേദന ഇങ്ങനെ വരുന്ന പോലെയായിരുന്നു. അപ്പൊ ഞാൻ അച്ഛൻ വേണ്ട അച്ഛൻ അങ്ങനെ ചെയ്യല്ലേ അച്ഛന്ന് അച്ഛൻ ഓക്കെ ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കൊണ്ടേ കാണിച്ചു. എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ അപ്പളാ പറയുന്നത് അയ്യോ കൊച്ചിന് ഇവിടെയല്ല ഇത് പൊട്ടലുള്ളേ, ഇത് മുട്ടന്റെ ഇവിടെയാന്ന് പറയുന്നത്, എൽബോയുടെ അവിടെ. അപ്പോഴേക്കും എൽബോയുടെ അവിടെയായിരുന്നു. പക്ഷെ അവിടുന്ന് കോട്ടയത്തൂന്ന് അവിടെ വരെ ചെല്ലണമെങ്കിൽ എത്ര കിലോമീറ്റർ നിങ്ങൾ കൊണ്ടതറിയാവും. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് ഉറങ്ങിപ്പോയി. ഉറക്കം വരെയുള്ള കിലോമീറ്റർ ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് വേദന എടുത്തിട്ട് അമ്മ സാരമില്ല പോട്ടെ കൊണ്ട് ശരി പറഞ്ഞ ഇവിടുത്തെ എൽബോയുടെ ഇവിടെ ഇത് എൽബോയുടെ സ്കാനൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാൻ എനിക്ക് ഫസ്റ്റത്തെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതിങ്ങനെ വേദന എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ അവിടെ കുത്തിയൊക്കെ ഇരുന്നു. ഡോക്ടറിനെ വിളിക്കണോ എന്നെ പറ്റിക്കാൻ നോക്കണ്ടോ പറഞ്ഞപ്പോഴേക്കും ഒരു സാധാരണ ഇങ്ങനെ വേറെ സിസ്റ്റർ ചിരിച്ചങ്ങ് പോയി. അവളെയും ഞാനതെല്ലാം കാണുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടറെ വിളിക്കണം. എനിക്ക് അപ്പോഴേക്കും ഒരു പേടിയായി ഇനി ഡോക്ടറെങ്ങാനും വന്നാലും എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും സാരമില്ല ഒന്ന് പിടിക്കാവോ എന്ന് പറഞ്ഞിട്ട് എന്നെ അച്ഛൻ ഇവിടെ ഇങ്ങനെ പൊത്തിയിട്ട് അച്ഛന് വേറൊരു നല്ല ഒരു ആളാണ്. എന്താ അറിയാവോ ഇനി പെട്ടെന്ന് അങ്ങ് മൈൻഡ് മാറ്റും. അടിപൊളിയാ. മൈൻഡ് ഇങ്ങനെ എന്നെ പൊത്തിപ്പിച്ചിട്ട് മൈൻഡ് വല്ലതും മാറ്റിക്കളയും. എങ്ങനെയാ വീണേ, അങ്ങനെയാണോ വീണേ, ഇങ്ങനെയാണോ വീണേ അങ്ങനെ ചോദിക്കാം. ഇവരവിടെ പോയി ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ എന്താ വീണേ, അങ്ങനെയാണ് വീണേ അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ കണ്ണോളൂ ഇങ്ങനെ കാണിക്കും. ഞാനെല്ലാം കാണുന്നുണ്ടല്ലോ. അച്ഛൻ്റെ വിചാരം ഞാൻ ഒന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ ആരാപ്പോൾ എനിക്ക് ഒരു 2 കണ്ണല്ലേ ഉള്ളേ, 10 കണ്ണുള്ള 10 കണ്ണുകൾ. നിങ്ങളെ പോലെയല്ല, ഞാൻ വേറെ മനുഷ്യനാ. മൂക്കി വരെ എനിക്ക് കണ്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തതാ, എന്താ അദൃശ്യ കണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനപ്പം അതുകൊണ്ട് കാണാൻ ഇതൊന്നും പറ്റത്തില്ലല്ലോ. അച്ഛനാണെങ്കിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഞാൻ ഇതെന്താ പറ്റി കാണിക്കുന്നവരെ എനിക്ക് മൈൻഡൊന്നും മാറത്തില്ല. ഞാൻ മൈൻഡ് മാറാൻ അങ്ങനെയുള്ള രീതിയിലുള്ള ആളല്ല. എനിക്ക് 10 കണ്ണുകളുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തിട്ടുണ്ട്. ഡാൻസ് കളിച്ചാൽ പോലും എനിക്ക് സാധാരണ ഡാൻസുകാർക്കും ഡാൻസിലെ ശ്രദ്ധ വരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, നാട്ടുകാരെ ഫുള്ള് ശ്രദ്ധ വരും.
എന്നോട് ഞാൻ പറഞ്ഞല്ലോ 10 കൈയുണ്ട്, 10 കണ്ണുകളുണ്ട്. എന്താണെന്നറിയാമോ, ഞാന് എൻ്റെ ഒരു ചെരുപ്പ് അങ്ങ് കളഞ്ഞു പോയി. കാര്യം പണ്ടൊരു ചെരുപ്പുണ്ടായിരുന്നു. ആ ചെരുപ്പാണെങ്കിൽ ഒരു വയ്യാത്ത രീതിയിലായി അവിടെ എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛന് പുതിയ ചെരുപ്പ് വാങ്ങി തന്നിട്ട് അച്ഛൻ ഈ പഴയ ചെരുപ്പ് അത് കളകളാന്ന്. അപ്പൊ വേണ്ട അച്ഛൻ, ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കാം. ഇന്ന് കുറച്ച് ദിവസം ഞാൻ അങ്ങ് ഉറങ്ങിയപ്പോഴേക്ക് ഇത് കാലില്ല സാധനം അങ്ങ് ചെരുപ്പ് അങ്ങ് പോയി. ഇതൊന്നും അറിയുന്നില്ല. ഞാൻ കണി കാണുന്ന നമ്മൾ സാധാരണ എണ്ണിക്കുമ്പോ ഇങ്ങനെയല്ലേ കണി കാണുന്നത്, ഞാൻ പക്ഷെ അങ്ങനെയല്ല. കണി കാണും നേരെ താഴോട്ടാണ് കണി കാണുന്നത്. അങ്ങനെ കണി കണ്ട് ഒരു കിണിയായി പോയി. സാധനം എൻ്റെ സാധനം അങ്ങ് കാണാനില്ല. അയ്യോ എന്നെ ചെരുപ്പെന്ന് ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴേ അച്ഛൻ എന്താ പയ്യെ തിരിച്ച് കുറച്ചു ദൂരം പോയിക്കാണ്, അത് കിട്ടിയില്ല. ചെരുപ്പ് പോട്ടെന്ന് പറഞ്ഞു. ഈ കാലം ചെരുപ്പില്ലാണ്ട് എന്നോട് ഞാൻ തിരിച്ചാണ്. ഇപ്പൊ തന്നെ ഞാൻ ഡബിൾ ഷൂസ് ആയി ഇട്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഫസ്റ്റ് കാണിച്ചത് ഞാൻ അതേപോലെ ഇട്ടുകൊണ്ട് നടക്കുന്നേ. മറ്റു ചെരുപ്പ് അവൾ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.